MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് റെഡ്മിയുടെ Y1 Lite എന്ന മൊബൈലിൻ്റെ അൺബോക്സിങ്ങുമായാണ്. മിഡിൽ റേഞ്ചിൽ നിങ്ങൾക്ക് എല്ലാവിധ ഓപ്ഷനോടും കൂടിയിട്ടുള്ള ഒരു മൊബൈലാണ് റെഡ്മി Y1 Lite. 5.5 ഇഞ്ച് ഡിസ്പ്ലേയും 720 പിക്സൽ IPS LCDയുമാണ് ഇതിൽ വരുന്നത്. ഞാനിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. 2GB റാമും 16GB സ്റ്റോറേജും കൂടിയുള്ള ഒരു മൊബൈലാണ് റെഡ്മി Y1 Lite. ഇതിൽ 2 കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, ബ്ലാക്ക് ഓർ ഗോൾഡ്. ഞാനിതിൻ്റെ ഗോൾഡ് ആണ് എടുത്തിരിക്കുന്നത്, പക്ഷേ കാണാൻ കുറച്ചുകൂടി ബെറ്റർ ബ്ലാക്ക് കളറാണ്. ഞാൻ റെഡ്മിയുടെ Note 5 Pro ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ബ്ലാക്ക് കളറാണ് ഏറ്റവും കംഫർട്ടായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. സാധാരണ രീതിയിൽ വരുന്ന റെഡ് ബോക്സിൽ തന്നെയാണ് ഈ മൊബൈലും വന്നിരിക്കുന്നത്. ഇതിൽ ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ കാണുന്നത് മൊബൈൽ തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വൈറ്റും ബാക്ക് ഭാഗം ഗോൾഡുമാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത് വാറണ്ടി ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗൈഡും കൂടിയാണ്. പിന്നീട് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത് ഒരു ചാർജിങ് കേബിളാണ്. സാധാരണ മൈക്രോ USB ചാർജിങ് കേബിൾ തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. Type C ഇതിലും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ്. 5V 2A ആണ് ഇതിൻ്റെ വോൾട്ട് വരുന്നത്. പിന്നീട് സാധാരണ എല്ലാ മൊബൈലിലും വരുന്ന പോലെ സിം ഇജക്റ്റ് ചെയ്യാനുള്ള ഒരു പിന്നും കൂടിയാണ്. ഈ മൊബൈലിൻ്റെ സൈഡുകൾ നോക്കുകയാണെങ്കിൽ വോളിയം ബട്ടണും അതേപോലെ തന്നെ ഓൺ ഓഫ് ബട്ടണുമാണ് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്തായി സെൻസർ, ഇൻഫ്രാറെഡും അതേപോലെ തന്നെ സെക്കൻഡറി മൈക്കും ഹെഡ്ഫോൺ ജാക്ക് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടുമാണ്. താഴെ സ്പീക്കർ വിത്ത് മൈക്ക് ആൻഡ് ചാർജിങ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. ഇതിൻ്റെ സൈഡിലായി സിം ആഡ് ചെയ്യാനുള്ള സിം ട്രേയും കൂടിയാണ് ഉള്ളത്. നമുക്ക് ഈ മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈമായി ഓൺ ചെയ്തതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ചെയ്യുകയാണ്. സാധാരണ രീതിയിൽ ഒരു ബെറ്റർ ആപ്പ് മൊബൈൽ തന്നെയാണ് ലഭിക്കുന്നത്. ഇതിൽ ഫിക്സ്ഡ് ആയിട്ട് ആമസോൺ, ഫേസ്ബുക്ക് പോലെയുള്ള 2-3 ആപ്ലിക്കേഷൻ അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് വെച്ചാൽ 3080 mAh ആണ്. Qualcomms snapdragon 525 പ്രൊസസ്സറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് നുഗറ്റ് OS MIUI 9 ഇതിൽ നൽകിയിരിക്കുന്നത്. ക്യാമറ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ വരുന്നത് 13 മെഗാപിക്സലും അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാം വരുന്നത് 5 മെഗാപിക്സലുമാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു അൺബോക്സിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.